Hi everyone, welcome back to part 3 video of The Boy Who Drew Cats. The Boy Who Drew Cats എന്ന സ്റ്റോറിയുടെ പാർട്ട് 3 വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The Boy Who Drew Cats is a story of a little boy. Boy Who Drew Cats എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയുടെ കഥയാണ്. He was very small and too weak. വളരെ ചെറിയ, വളരെ ദുർബലനായിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും ഈ സ്റ്റോറിയിലെ ബോയ്. Then his parents decides to make him a priest. They take him to a nearby temple and ask a good old priest to make him an acolyte. ഈ കുട്ടിയെ കൂട്ടിയിട്ട് ഇവന്റെ പാരൻസ് തൊട്ടടുത്തൊരു ടെമ്പിളിൽ പോയിട്ട് ആവശ്യപ്പെടുന്നു ഇവനെ അവിടുത്തെ ശിഷ്യനാക്കാൻ വേണ്ടിയിട്ട്, acolyte ആക്കാൻ വേണ്ടിയിട്ട്. But the boy had a fault. He always used to draw pictures of cats everywhere. കുട്ടി എല്ലായ്പ്പോഴും പൂച്ചകളുടെ ചിത്രം വരച്ചു വയ്ക്കുമായിരുന്നു. Then one day the priest says to him, you have to leave this place at once. You may become a good artist, but you will never become a good priest. അങ്ങനെ ഒരു ദിവസം പ്രീസ്റ്റ് അവൻ്റെ അടുത്ത് പറയാണ്, നീ ഒരു പക്ഷേ ഭാവിയിൽ വലിയൊരു പെയിന്റർ ആയേക്കാം, ഒരു ചിത്രകാരനായേക്കാം, പക്ഷെ നിനക്ക് ഒരിക്കലും ഒരു നല്ല പ്രീസ്റ്റ് ആവാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് നീ പോകണമെന്ന് പറയുന്നു. The boy was too sad and he was afraid to go home. So he decides to go to a nearby village and there was a big temple. So he thinks that he can become an acolyte there. അങ്ങനെ കുട്ടി എന്ത് തീരുമാനിക്കാണ്? തൊട്ടടുത്ത ഗ്രാമത്തിൽ വലിയൊരു ക്ഷേത്രം ഉണ്ടാവും. ആ ക്ഷേത്രത്തിൽ ഒരുപാട് സന്യാസിമാരുണ്ട് എന്ന് കുട്ടി കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അക്കോളൈറ്റായിട്ട് ജോലി ചെയ്യാം എന്ന് മനസ്സിലാക്കിയിട്ട് എന്ന് ചിന്തിച്ചിട്ട് കുട്ടി അവിടേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ബട്ട് ദ ബോയ് വാസ് നോട്ട് അവെയർ ദാറ്റ് there was no priest in that big temple because a goblin had frightened every priest there and that goblin had taken possession of the temple. അവിടെ വലിയ ഒരു ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിച്ചാത്തൻ, ഒരു രാക്ഷസൻ ആ ടെമ്പിളിന്റെ പൊസഷൻ അത് കൈയടക്കി വെച്ചിരിക്കുകയായിരിക്കും. അവിടെ ഉണ്ടായിരുന്ന പ്രീസ്റ്റുകളൊക്കെ അവൻ അവിടെ നിന്നും വിരട്ടി ഓടിച്ചിരുന്നു. അതുകൊണ്ട് ആ കാര്യം കുട്ടിക്ക് അറിയില്ലായിരുന്നു. സോ ഹി സ്റ്റാർട്ട്സ് ഹിസ് ജേർണി ടു ദ നെക്സ്റ്റ് വില്ലേജ് ആൻഡ് ഹി റീച്ചസ് ദർ വെരി ലേറ്റ്. അവൻ തൊട്ടടുത്ത ഗ്രാമത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. അവിടെ എത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിരിക്കും. ആൻഡ് ദ ബോയ് സോ എ ലൈറ്റ് in that temple and he decides to go there. But people says that light is made by the goblin in order to attract the lonely travelers for a shelter. പക്ഷെ ആളുകൾ പറയാറുണ്ടായിരുന്നു ആ ലൈറ്റ് കത്തിച്ചു വെക്കുന്നത് ഗോബ്ലിൻ ആയിരുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളുകളെ ആ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഗോബ്ലിൻ ചെയ്യുന്ന പണിയായിരുന്നു ക്ഷേത്രത്തിൽ ലൈറ്റ് കത്തിച്ചു വെക്കുക എന്നുള്ളത്. And the boy reaches there and he knocked on the door but nobody opened the door, but he gives a gentle push and enters the temple. അങ്ങനെ കുട്ടി അവിടെ പോയിട്ട് ഒരുപാട് വട്ടം ഡോറിന് മേലെ നോക്ക് ചെയ്യുന്നു. പക്ഷെ ആരും തന്നെ ഡോർ തുറക്കുന്നില്ല. അങ്ങനെ കുട്ടി മൃദുവായിട്ട് ഡോറൊന്ന് തള്ളിയപ്പോൾ ഡോർ തുറന്നു വന്നു. അങ്ങനെ കുട്ടി അകത്തോട്ട് കടന്നു. He waited for a priest to arrive, but nobody came. അങ്ങനെ ഒരു പ്രീസ്റ്റ് വരുമായിരിക്കുന്നുള്ള പ്രതീക്ഷയിൽ കുട്ടി അവിടെ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ ആരും തന്നെ വരുന്നില്ല. But that plate was full of dust and that was not a neat place. So the boy was wondering why this place is so untidy and full of cobwebs. പക്ഷെ ആ സ്ഥലം കണ്ടിട്ട് കുട്ടിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതൊരു ടെമ്പിൾ ആയിരുന്നു എന്ന്. കാരണം അവിടെ നിറയെ പൊടിപടലങ്ങളും അതുപോലെ ചിലന്തി ഒലയൊക്കെ ആയിട്ട് ആരും ഉപയോഗിക്കാത്തൊരു സ്ഥലം പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. But what made the boy so happy was there were a lot of wide screens where he can draw his pictures. കുട്ടിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ കാര്യം അവിടെ ഒരുപാട് വൈറ്റ് സ്ക്രീൻസ് ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുമായിരുന്നു. Then he searches for a writing box and he gets a pen and he began to draw pictures of cats. അങ്ങനെ കുട്ടി ഒരു റൈറ്റിംഗ് ബോക്സ് കണ്ടുപിടിക്കും. അതിനകത്ത് ഒരു പാൻ എടുത്തിട്ട് അവൻ ചുവരിലെല്ലാം ചിത്രങ്ങൾ വരച്ചു വയ്ക്കാൻ വേണ്ടി തുടങ്ങും. സോ ഇത്രയും ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചത്. ഇനി ബോയ്ക്ക് എന്താ സംഭവിക്കുക? ഗോബ്ലിൻ അവിടേക്ക് വരുമോ? കുട്ടി അവിടെ നിന്നും രക്ഷപ്പെടുമോ? എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോവാണ്. Let's continue the lesson. He painted a great many cats upon the screens and then he began to feel
very sleepy. He was just on the point of lying down to sleep beside one of the screens when he suddenly remembered the words, "Avoid large places, keep to small." As the boy got a pen from the writing box, he grounded some ink and he began to paint. After painting a lot of pictures of cats on the walls, he was feeling very sleepy. അവൻ അവിടെ കണ്ട റൈറ്റിംഗ് ബോക്സിനകത്തൊന്നും കിട്ടിയ പാൻ ഉപയോഗിച്ചുകൊണ്ട് പൂച്ചകളുടെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വെക്കും. പൂച്ചകളുടെ ചിത്രങ്ങൾ വരച്ചു വെച്ച ശേഷം he was feeling very sleepy. ഭയങ്കരമായിട്ട് ഉറക്കം വരും കുട്ടിക്ക്. Then he was about to lie beside one of the screens. He thought suddenly the words from the priest, "Avoid large places and keep to small." അങ്ങനെ അവൻ വരച്ച ഒരു ചിത്രത്തിനരികിൽ കിടക്കാൻ വേണ്ടി നോക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് പ്രീസ്റ്റ് പറഞ്ഞ ആ ഒരു അഡ്വൈസ്, പ്രീസ്റ്റിന്റെ അവസാനത്തെ അഡ്വൈസ്, ആ ടെമ്പിളിൽ നിന്നും പോരുന്നതിന് മുമ്പായിട്ട് പ്രീസ്റ്റ് കൊടുക്കുന്ന ഒരു അഡ്വൈസ് ഉണ്ട്. ദാറ്റ് വാസ് ദാറ്റ് അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ് ആൻഡ് കീപ് ടു സ്മോൾ. രാത്രി കിടക്കുമ്പോൾ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, കുഞ്ഞു സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുക. കുഞ്ഞു സ്ഥലത്തിലെ കിടക്കാവൂ എന്നുള്ളൊരു അഡ്വൈസ് പ്രീസ്റ്റ് കൊടുത്തിരുന്നു. പെട്ടെന്ന് ആ ചിന്ത കുട്ടിയുടെ മനസ്സിലേക്ക് വന്നു. The temple was very large. He was all alone. And as he thought of these words, though he could not quite understand them, he began to feel for the first time a little afraid. And he resolved to look for a small place in which to sleep. He found a little cabinet with a sliding door and went into it and shut himself up. Then he lay down and fell fast asleep. The temple was large and he was all alone in that temple. He thought of these words, though he could not understand them. As he thought about these words, he was feeling afraid for the first time. So ഈ കുട്ടി വന്നെത്തിപ്പെട്ടിരിക്കുന്ന ടെമ്പിൾ, that was a big temple, ഭയങ്കര വലിയൊരു ടെമ്പിൾ ആയിരുന്നു അത്. And the boy was all alone in the temple. കുട്ടി ആ ക്ഷേത്രത്തിൽ തനിച്ചായിരുന്നു. And when he began to think about the words, the advice from the priest, he was getting nervous and he was getting afraid. അപ്പം ഈ പ്രീസ്റ്റ് പറഞ്ഞ അവസാനത്തെ വാക്ക്, നീ കിടക്കുമ്പോൾ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കണം, കുഞ്ഞു സ്ഥലത്തിൽ കിടക്കണം എന്ന വേർഡ്സ് കേട്ടപ്പോഴവനൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും അവൻ എന്തുകൊണ്ടാണ് പ്രീസ്റ്റ് ഇത് പറഞ്ഞത് എന്നൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും he was feeling afraid for the first time. അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം, ആദ്യമായിട്ട് ഒരു ഭയം വന്നു. കാരണം ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൽ തനിച്ച് കിടന്നുറങ്ങണം, ആരും തന്നെ ഇല്ല, അവിടെ പ്രീസ്റ്റുകളൊക്കെ ഉള്ള ഒരു വലിയ ടെമ്പിൾ ആണ് എന്ന് കേട്ടിട്ടാണ് കുട്ടി അങ്ങോട്ട് പോകുന്നതെങ്കിലും ക്ഷേത്രം ആരും ഉപയോഗിക്കാതെ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു വിളക്ക് മാത്രം കത്തിച്ചു വെച്ചൊരു ക്ഷേത്രമായി കണ്ടിട്ട് കുട്ടിക്ക് പെട്ടെന്ന് ഇത് ഓർത്തപ്പോൾ, അത്രയും നേരം പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ പ്രീസ്റ്റ് പറഞ്ഞ ഈ വേർഡ്സ് ഓർത്തപ്പോൾ അവൻ ആദ്യമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം തോന്നാൻ വേണ്ടി തുടങ്ങി. So he decided to look for another small place and he found a little cabinet with a sliding door and he went to it and he went to sleep. അങ്ങനെ അവൻ എന്ത് തീരുമാനിച്ചു? കുറച്ചും കൂടി ഒരു കുഞ്ഞു സ്ഥലത്ത് കിടക്കാം, അത്രയും വിശാലമായിട്ടുള്ള ഒരു ഹോള് പോലത്തെ സ്ഥലത്തായിരിക്കും അവൻ ആ സമയത്ത് പെയിന്റ് ചെയ്തിട്ട് കിടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പം തന്റെ ഗുരു പറഞ്ഞ ആ വേർഡ്സ് ഓർമ്മ വന്നപ്പോൾ കുട്ടി എന്ത് തീരുമാനിച്ചു? ഇവിടെ കിടക്കണ്ട, കുറച്ചും കൂടി ഏതെങ്കിലും കുഞ്ഞു സ്ഥലമുണ്ടോ നോക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവൻ നോക്കുമ്പോൾ എന്ത് കണ്ടു? ദ വാസ് എ ലിറ്റിൽ ക്യാബിനറ്റ്, ഒരു ബോക്സ് കണ്ടു. ഒരു അത്യാവശ്യം ഈ കുട്ടിക്ക് കിടക്കാൻ അത്രയും വലിപ്പമുള്ള ഒരു ബോക്സ്. ആ ബോക്സിന് എന്തുണ്ടായിരുന്നു? ദർ വാസ് എ സ്ലൈഡിംഗ് ഡോർ, നീക്കാൻ പറ്റുന്ന ഒരു ഡോർ ഉള്ള ഒരു ബോക്സ് ആയിരുന്നു. സോ ഹി വെന്റ് ഇൻ ടു ദാറ്റ് ക്യാബിനറ്റ് ആൻഡ് ഹി ഫെൽ അസ്ലീപ് സോ ഫാസ്റ്റ്. അങ്ങനെ ആ സ്ലൈഡിംഗ് ഡോറൊക്കെ മാറ്റി കുട്ടി ആ ക്യാബിനറ്റിനകത്തോട്ട് കയറി അതിനകത്ത് കിടന്ന് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. ബിക്കോസ് ഹി വാസ് ടു ടയേർഡ്. അവൻ ഒരുപാട് ടയേർഡായിരുന്നു. തന്റെ ഗ്രാമത്തിൽ നിന്നും ഈ ഒരു ഗ്രാമത്തിലോട്ട് ഒരുപാട് നടന്നു വന്നു. അതിനുശേഷം ഒരുപാട് പൂച്ചകളുടെ ചിത്രങ്ങളൊക്കെ വരച്ചു. ഇങ്ങനെ അവൻ ഒരുപാട് ക്ഷീണിതനായിരുന്നു. സോ പെട്ടെന്ന് തന്നെ കുട്ടി ഉറങ്ങിപ്പോകുന്നു. വെരി ലേറ്റ് ഇൻ ദ നൈറ്റ് he was awakened by a most terrible noise, a noise of fighting and screaming. It was so dreadful that he was afraid even to look through a chink of the little cabinet. He lay very still, holding his breath for fright. Very late in the night, the boy was awakened by terrible noises of fighting and screaming. So കിടന്നുറങ്ങി ഒരുപാട് കഴിഞ്ഞപ്പോൾ കുട്ടി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് പോവാണ്. Why or how? Because of loud noises. ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങൾ കേട്ടിട്ട്.
നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ്. പരസ്പരം അടികൂടുന്നതിന്റെയും അതുപോലെ നിലവിളി ശബ്ദത്തിന്റെയും സ്ക്രീമിംഗ് സൗണ്ട്, അലർച്ചയുടെ ഒക്കെ ശബ്ദം കേട്ടിട്ട് കുട്ടി പെട്ടെന്ന് തന്റെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ് പോകുന്നു. And it was so dreadful that the boy was fearful even to look through a chink of the little cabinet. He lay very still, holding his breath. So ആ ശബ്ദം ഭയങ്കര ഡ്രെഡ്ഫുൾ ആയിരുന്നു. ഡ്രെഡ്ഫുൾ മീൻസ് ഭയങ്കര പേടിപ്പെടുത്തുന്നതായിരുന്നു, ഭയാനകരമായ ശബ്ദമായിരുന്നു അത്. So the boy was afraid even to look through the chink of that little cabinet. ആ കുഞ്ഞു ക്യാബിനറ്റിൽ എന്തുണ്ടായിരുന്നു? A chink. Chink means a small gap. ഒരു കുഞ്ഞു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിലൂടെ, ആ വിള്ളലിലൂടെ നോക്കാൻ പോലും കുട്ടിക്ക് ധൈര്യമില്ലായിരുന്നു. ബിക്കോസ് ദ സൗണ്ട് വാസ് സോ ടെറിബിൾ. ഭയങ്കര ഭയാനകരമായിട്ടുള്ള ശബ്ദമായിരുന്നു. സോ ദ ബോയ് ലേ വെരി സ്റ്റിൽ, ഹോൾഡിംഗ് ഹിസ് ബ്രത്ത് ഫോർ ഫ്രൈറ്റ്. സോ കുട്ടി എന്ത് ചെയ്തു? ഭയം കൊണ്ട് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട്, ശ്വാസം കഴിക്കുന്ന ശബ്ദം പോലും കേൾക്കാത്ത രീതിയിൽ ഭയന്ന് പറച്ച് ആ ബോക്സിനുള്ളിൽ, ആ ക്യാബിനറ്റിനുള്ളിൽ അനങ്ങാതെ അങ്ങനെ തന്നെ കിടന്നു. The light that had been in the temple went out, but the awful sounds continued and became more awful, and all the temple shook. After a long time, silence came, but the boy was still afraid to move. He did not move until the lights of the morning sun shone into the cabinet through the chinks of the little door. The lights of the temple went out, but the awful sounds continued, and the sounds became more awful, and all the temple shook. So കുട്ടി ഇങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദം ഭയങ്കരമായിട്ട് ഓഫുൾ ആയിക്കൊണ്ടിരുന്നു. ഈ കടിപിടി ശബ്ദത്തിനിടയിൽ ആ ടെമ്പിളിൽ ഉണ്ടായിരുന്ന ലൈറ്റ് അത് പെട്ടെന്ന് കെട്ടുപോകുന്നു. സൗണ്ട്സ്, ദ ടെറിബിൾ സൗണ്ട്സ്, ദാറ്റ് ഓഫുൾ സൗണ്ട്സ്. ഓഫുൾ മീൻസ് ഭയാനകരമായ ശബ്ദം, പേടിപ്പെടുന്ന ശബ്ദം. ദാറ്റ് ബിക്കെയിം മോർ ഓഫുൾ. ആ ശബ്ദം കൂടുതൽ കൂടുതൽ പേടിപ്പെടുത്തുന്നതായിട്ട് ശബ്ദം കൂടിക്കൂടി വന്നു. ആൻഡ് ദ ഹോൾ ടെമ്പിൾ ഷുക്ക്. ആ ക്ഷേത്രം മുഴുവൻ ഭയന്ന് വിറച്ചുപോയി. ആൻഡ് ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം. ഇങ്ങനെ കുറെ നേരത്തെ ഈ ശബ്ദ കോലാഹലങ്ങൾ, പേടിപ്പിക്കുന്ന ഈ ശബ്ദങ്ങൾക്ക് ശേഷം നിശബ്ദത വന്നു. ബട്ട് ദ ബോയ് വാസ് അഫ്രൈഡ് ടു മൂവ്. പക്ഷെ കുട്ടിക്ക് ഭയങ്കര പേടി തോന്നി എന്താ സംഭവിച്ചത് നോക്കാനായിട്ട്. ആൻഡ് ഹി വെയിറ്റഡ് until the next morning. The boy did not move until the sunlight from the morning sun came, and it came through the little chink of the cabinet door. So boy എന്ത് ചെയ്തു? നെക്സ്റ്റ് ഡേ സൂര്യപ്രകാശം അവൻ കിടന്നുറങ്ങിയ ആ ക്യാബിനറ്റിന്റെ ചെറിയ വിള്ളലിലൂടെ അവന്റെ കണ്ണിലേക്ക് സൂര്യപ്രകാശം അടിച്ചപ്പോൾ മാത്രമേ കുട്ടി എന്ത് ചെയ്യുന്നുള്ളൂ? ആ ക്യാബിനറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ. ആ സമയത്ത് അവന് മനസ്സിലായി രാവിലെയായി, ഇനി പേടിക്കാതെ പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ളൊരു ധൈര്യം കിട്ടിയപ്പോൾ കുട്ടി എന്ത് ചെയ്യാണ്? പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. Then he got out of his hiding place very cautiously and looked about. The first thing he saw was that all the floor of the temple was covered with blood. And then he saw lying dead in the middle of it an enormous monstrous rat, a goblin rat, bigger than a cow. Then the boy got out of the box very cautiously and he looked about, and he was able to see the floor was full of blood. And കുട്ടി എന്ത് ചെയ്യാണ്? He got out of the cabinet very cautiously. വളരെയധികം ശ്രദ്ധയോടുകൂടി കുട്ടി ആ ക്യാബിനറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. And he looked about means he investigated the place completely. അവൻ ആ ചുറ്റുമുള്ള സ്ഥലം നന്നായിട്ടൊന്ന് നിരീക്ഷിച്ചു. And he was able to see full of blood on the floor. അങ്ങനെ അവൻ നോക്കുമ്പം നിലത്ത് നിറയെ ബ്ലഡ് ആണ്. Then suddenly he saw in the middle of it a goblin, a rat, a monstrous goblin rat, bigger than a cow. അങ്ങനെ അവൻ മൊത്തം നിരീക്ഷിച്ചപ്പോൾ ബ്ലഡിൽ നടുക്കായിട്ട് എന്ത് കിടക്കുന്നുണ്ട്? There was a rat, a goblin rat, bigger than a cow. ഒരു വലിയ ഒരു റാറ്റ്, ഒരു മോൺസ്ട്രസ് റാറ്റ്. മോൺസ്ട്രസ് മീൻസ് ഒരു രാക്ഷസീയമായിട്ടുള്ള, ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു എലി. ദാറ്റ് വാസ് ആക്ച്വലി ഗോബ്ലിൻ. നമ്മൾ സ്റ്റോറിയിൽ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് പറഞ്ഞ ഗോബ്ലിൻ, ആ ചെകുത്താൻ അല്ലെങ്കിൽ ആ കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ ആ പിശാച്, അതെന്തായിരുന്നു? ദാറ്റ് വാസ് ആക്ച്വലി എ റാറ്റ്, എ മോൺസ്ട്രസ് റാറ്റ്. ഒരു രാക്ഷസീയമായിട്ടുള്ളൊരു എലിയായിരുന്നു അത്. ബിഗർ ദാൻ എ കൗ, അതിന്റെ വലിപ്പം ഒരു പശുവിനെക്കാട്ടും വലിപ്പമുള്ളൊരു
വലിയ റാറ്റ്. അത് നിലത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്? ബ്ലഡിൽ കുളിച്ച് ചത്ത് കിടക്കുന്നുണ്ട്. ബട്ട് ഹൂ ഓർ വാട്ട് could have killed it? There was no man or no other creature to be seen. Suddenly the boy observed that the mouths of all the cats he had drawn the night before were red and wet with blood. Then he knew that the goblin had been killed by the cats which he had drawn. And then also for the first time he understood why the wise old priest had said to him, "Avoid large places at night, keep to small." But who or what might have killed the rat? There was no man or no creature, the boy wondered. പക്ഷെ ആരായിരിക്കും ഈ റാറ്റിനെ കൊന്നിട്ടുണ്ടാവുക? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ റാറ്റ് മരിച്ചത്? അവിടെ മനുഷ്യന്മാരോ അല്ലെങ്കിൽ മറ്റു ജീവികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. There was no man or creature. So who might have killed this monstrous rat? The goblin rat. ഈ goblin rat എങ്ങനെയായിരിക്കും കൊല്ലപ്പെട്ടത്? ആരാണ് ഇതിനെ കൊന്നത്? ഇതെങ്ങനെ മരണപ്പെട്ടു എന്നൊന്നും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. Then suddenly the boy observed that the mouths of all the cats that he had drawn the night before that were red and wet with blood. So പെട്ടെന്ന് കുട്ടി എന്തോ ഒബ്സർവ് ചെയ്യാണ്. അവൻ തലേ ദിവസം രാത്രി വരച്ചു വെച്ച പൂച്ചകളുടെ എല്ലാം തന്നെ വായ അത് ചുവന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പൂച്ചകളുടെ വായിലെല്ലാം നിറയെ ബ്ലഡ് ഉണ്ട്. പെട്ടെന്ന് കുട്ടി കാണുകയാണിത്. Then he knew that the goblin rat was killed by the cats that the boy had drawn. അങ്ങനെ കുട്ടിക്ക് മനസ്സിലാവാണ് താൻ തലേ ദിവസം രാത്രി വരച്ച ആ പൂച്ചകളാണ് ഈ മോൺസ്ട്രസ് റാറ്റിനെ, ഈ ഗോബ്ലിൻ റാറ്റിനെ കൊന്നതെന്ന്. സോ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ആ പൂച്ചകളെല്ലാം ആ ചുവരിൽ ചിത്രത്തിൽ മാത്രം ഉണ്ടായിരുന്ന പൂച്ചകളാണ്. പിന്നെ എങ്ങനെയാ പൂച്ചകൾ ഈ ഗോബ്ലിൻ റാറ്റിനെ വന്ന് കൊല്ലുന്നുള്ളത്? അല്ലെ, ഇതൊരു ഫാരി ടെയിലാണ്. അല്ലെ, അത്തരത്തിലുള്ളൊരു കഥയായത് കാരണം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വിശ്വസിക്കാം. മറ്റൊരു രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാം? ഒരു പക്ഷേ ഈ കുട്ടിയുടെ കഴിവ് കാരണം നമുക്കറിയാം ഹി വാസ് എ ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റ്. സോ അത്രയും കഴിവുള്ളൊരു വളരെയധികം ഇന്റലിജന്റ് ആയ വളരെയധികം ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു ജീനിയസ് ആയ ബോയ് ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി വരച്ച ചിത്രങ്ങൾ കണ്ടിട്ട് ഒരു പക്ഷേ ഈ ഗോബ്ലിൻ റാറ്റ് എന്ത് വിചാരിച്ചതാവാം? ആ ചുവരിന്റെ മുകളിൽ കാണുന്ന പൂച്ചകളെല്ലാം റിയലാണ് എന്ന് കരുതിയിട്ട് ഒരു പക്ഷേ ചുമരിലുള്ള പൂച്ചകളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അങ്ങനെ എന്ത് സംഭവിക്കാം? ഈ ഗോബ്ലിൻ റാറ്റ് ഇത് റിയലാണെന്ന് കരുതിയിട്ട് അല്ലെ ചുമരിന്റെ മേലേക്ക് ചാടി ഇടിച്ച് ഫൈറ്റ് ചെയ്തിട്ട് ആ ഒരു സ്ക്രീമിംഗ് സൗണ്ട് ആയിരിക്കും ഒരു പക്ഷേ കുട്ടി രാത്രി കേട്ടിട്ടുണ്ടാവുക. അല്ലെ, നമുക്ക് ആ രീതിയിലും ഈ സ്റ്റോറീനെ കാണാം. അതായിരിക്കും കുറച്ചും കൂടി റീസണബിൾ ആയിട്ടുള്ളൊരു ആൻസർ. അല്ലെ, നിങ്ങൾ പണ്ടത് ചോദിക്കുകയാണ്, സാർ എങ്ങനെയാണ് ഈ ചിത്രത്തിലുള്ള പൂച്ചകൾ ഇറങ്ങി വന്നിട്ട് ഈ ഗോബ്ലിൻ റാറ്റിനെ വധിക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് റീസണബിൾ ആയിട്ട് എങ്ങനെ പറയാം? ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ ഗോബ്ലിൻ റാറ്റ് എന്ന് ചിന്തിച്ചു കാണും. ഈ ചുമരിന്റെ മുകളിലുള്ള പിക്ചേഴ്സ് എല്ലാം റിയൽ കാറ്റാണെന്ന് കരുതിയിട്ട് സംഭവിച്ച ഫൈറ്റിനെ തുടർന്നാവാം ഒരു പക്ഷേ ഗോബ്ലിൻ റാറ്റ് കൊല്ലപ്പെട്ടത്. അങ്ങനെ വിചാരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. Then suddenly the boy thought about the words of the priest, "Avoid large places at night and keep to small." അങ്ങനെ പെട്ടെന്നാണ് കുട്ടി തന്റെ ഗുരു പറഞ്ഞ വേർഡ്സ് ചിന്തിക്കുന്നത്. വലിയ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുക കിടന്നുറങ്ങുമ്പോൾ എന്ന് എന്തുകൊണ്ട് ഗുരു തന്റെ അടുത്ത് പറഞ്ഞു എന്നതിന്റെ മീനിങ് ആ സമയത്ത് കുട്ടിക്ക് മനസ്സിലായി. ഒരു പക്ഷേ അവന്റെ അടുത്ത് ആ ഗുരു അങ്ങനെ ഒരു വേർഡ്സ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ ഗുരു പറഞ്ഞ വേർഡ്സ് കുട്ടി അനുസരിച്ചില്ലായിരുന്നുവെങ്കിൽ കുട്ടിയായിരുന്നു അന്ന് രാത്രി കൊല്ലപ്പെടുക. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് ഗുരു തന്റെ അടുത്ത് അങ്ങനെ ഒരു ഉപദേശം തന്നു എന്ന കാര്യവും ബോയ്ക്ക് മനസ്സിലാവുന്നു. Afterward that boy became a very famous artist. Some of the cats which he drew are still shown to travelers in Japan. Afterwards that boy became a famous artist in Japan, and some of the cats that he had drawn are shown to travelers even now. അങ്ങനെ കുട്ടി പിൽക്കാലത്ത് ജപ്പാനിലെ ഏറ്റവും അറിയപ്പെടുന്ന വലിയൊരു ആർട്ടിസ്റ്റായി മാറുകയാണ്. ഇങ്ങനെ അവൻ വരച്ച ചിത്രങ്ങൾ ഇന്നും ജപ്പാനിലുള്ള ട്രാവലേഴ്സിന് ആളുകളെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ പണ്ടൊരു കുട്ടി വരച്ച പെയിന്റിങ്സ് ആണ് ഇതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. സോ ഒന്നും കൂടെ നമുക്ക് ഈ സ്റ്റോറി റിവൈസ് ചെയ്യാം. സോ ദിസ് സ്റ്റോറി ഈസ് ദ സ്റ്റോറി ഓഫ് എ ബോയ് who always liked to draw pictures of cats.
പൂച്ചകളുടെ ചിത്രം വരയ്ക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കഥയാണിത്. ടൈറ്റിൽ തന്നെ എങ്ങനെയാണ്, ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്, പൂച്ചയെ വരച്ച കുട്ടി എന്നാണ് ഈ കഥയുടെ ടൈറ്റിൽ പോലും. അങ്ങനെ ആ കുട്ടി വളരെ ചെറുതായിരിക്കും. അപ്പോൾ തന്റെ കർഷകരായിരുന്ന മാതാപിതാക്കൾ എന്ത് ചിന്തിക്കും, പിന്നെ ഒരിക്കലും ഒരു നല്ല കർഷകനാവാൻ സാധിക്കില്ല, ഇവൻ ഫിസിക്കലി ഭയങ്കര സ്മോളാണ്, ഭയങ്കര വീക്കാണ്. സോ ഇവനെ ഒരു പ്രീസ്റ്റ് ആക്കാന്ന് കരുതി ഒരു ദേവാലയത്തിൽ കൊണ്ടാക്കുന്നു. അവിടെ നിറയെ പൂച്ചകളുടെ ചിത്രം വരയ്ക്കുന്നതിനെ തുടർന്ന് അവിടുത്തെ പ്രീസ്റ്റ് കുട്ടി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ പറഞ്ഞു വിടുന്ന കുട്ടി തൊട്ടടുത്തുള്ള ഗ്രാമത്തിലൊരു ടെമ്പിളിലേക്ക് പോകുന്നു. അത് വലിയൊരു ടെമ്പിൾ ആയിരിക്കും, അവിടെ ഒരുപാട് പ്രീസ്റ്റുകളുണ്ട്. അവരെല്ലാം തന്നെ സ്വീകരിക്കുന്ന കരുതിയാണ് കുട്ടി പോകുന്നതെങ്കിലും അവിടെ പ്രീസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരു ഗോബ്ലിൻ റാറ്റ് ആണെന്ന് നമ്മൾ ഇന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഗോബ്ലിൻ റാറ്റ് അവിടുത്തെ ആളുകളെ എല്ലാം അവിടെ നിന്നും ഓടിച്ചു കഴിഞ്ഞിരുന്നു. ഇവിടുത്തെ കുട്ടി അവിടെ ചുമരിന്റെ മുകളിൽ ഒരുപാട് പൂച്ചകളുടെ ചിത്രങ്ങൾ വരച്ചു വെക്കുന്നു. അങ്ങനെ കുട്ടി ഉറങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ട് തന്റെ ഗുരു പറഞ്ഞ വേർഡ്സ് കേൾക്കുന്നു. അങ്ങനെ അവനൊരു കുഞ്ഞു ബോക്സിനകത്ത്, ഒരു ക്യാബിനറ്റിനകത്ത് കയറിയിട്ട് ഉറങ്ങുന്നു. രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുവെങ്കിലും കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ലൈറ്റ് എല്ലാം അണയുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് കുട്ടി ആ ക്യാബിനറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പരിശോധിക്കുന്നത്. നോക്കുന്ന സമയത്ത് അവിടെ നിറയെ ബ്ലഡിൽ കുളിച്ചുകൊണ്ട് ഒരു ഗോബ്ലിൻ റാറ്റ്, ഒരു പശുവിനെക്കാട്ടും വലിയൊരു റാറ്റ് ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. സോ പിന്നീട് കുട്ടി പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ തലേ ദിവസം വരച്ചു വെച്ചിരുന്ന ചിത്രങ്ങൾ, പൂച്ചകളുടെ ചിത്രങ്ങളുടെ വായക്കകത്ത് എന്തുണ്ടായിരുന്നു, ചുവന്ന കളറും ബ്ലഡെല്ലാം ഒലിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുട്ടി മനസ്സിലാക്കാണ് താൻ വരച്ച ആ ചിത്രങ്ങൾ കാരണമാണ് ഈ ഗോബ്ലിൻ റാറ്റ് കൊല്ലപ്പെട്ടത്. അങ്ങനെ കുട്ടി എന്തും കൂടി ചിന്തിക്കുന്നു, തൻ്റെ ഗുരു തന്നോട് അവസാനമായിട്ട് പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എന്തായിരുന്നു, അത് തൻ്റെ ജീവൻ രക്ഷിച്ചു. സോ ഈ കുട്ടി പിൽക്കാലത്ത് വലിയൊരു ചിത്രകാരനായിട്ട് മാറുന്നു. അവൻ്റെ ചിത്രങ്ങൾ ജപ്പാനിൽ നിന്നും പോകുന്ന ട്രാവലേഴ്സിന് കാണിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മനോഹരമായിട്ടുള്ള സ്റ്റോറി ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്ന ഈ സ്റ്റോറി അവസാനിക്കുന്നത്. കാറ്റ്സ് എന്ന ഈ മനോഹരമായിട്ടുള്ള സ്റ്റോറി എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ സ്റ്റോറി നന്നായിട്ട് വായിച്ച് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.